തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഓണാഘോഷം കേരളം മാത്രമല്ല, ഞാൻ ഇന്നലെ കേരളത്തിന് പുറത്ത് മഹാരാഷ്ട്രയിൽ പോയപ്പോൾ അവിടെ ചർച്ചയാണ്. ഇന്ത്യക്ക് പുറത്ത് നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാരെ വിളിക്കുന്നുണ്ട്. ഇന്നലെ തിരിച്ചു വന്നപ്പോഴേക്കും എയർപോർട്ടിൽ വെച്ച് രാത്രി 9-10 മണിക്ക് ഇംഗ്ലണ്ടിലുള്ളൊരു കുടുംബം അവരവിടെ വരികയാണ്. നവി മുംബൈ എയർപോർട്ടിലാണ്. കണ്ടടം തന്നെ ഓടി വന്നിട്ട് തിരുവനന്തപുരം മേയറല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇലക്ട്രോണിക് എഞ്ചിനീയറാണ് വന്നു. അദ്ദേഹം സംസാരിച്ചു. എന്നിട്ട് ഇവിടുത്തെ നമ്മുടെ പരിപാടികളൊക്കെ കുറിച്ചൊക്കെ പറയുകയാണ്. തിരുവനന്തപുരത്ത് നടന്ന പരിപാടി എനിക്കറിയാവുന്നവരൊക്കെ തന്നെ അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ അവർ വരികയാണ്. അപ്പോൾ കയ്യിലിരുന്ന ചെറിയ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വന്നത്. ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. ഇന്ത്യയിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അത്. പക്ഷേ അതിനിടയ്ക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഓണാഘോഷ പരിപാടിയെക്കുറിച്ച് എനിക്ക് നിരവധി കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തെ ഓണാഘോഷം ലോകം മുഴുവനും ശ്രദ്ധിക്കുകയാണ്. കോർപ്പറേഷൻ്റെ ഓണാഘോഷത്തിൽ അത് ഒറ്റക്കെട്ടായി ഒരു സംവിധാനം മുഴുവനും മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. മേയർ എന്നുള്ള നിലയ്ക്ക്, ഡെപ്യൂട്ടി മേയർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊക്കെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ലഭിക്കുന്ന അംഗീകാരമൊക്കെ തന്നെ ഇവിടെയുള്ള മുഴുവൻ ജീവനക്കാരും രാത്രിയും പകലും കഴിഞ്ഞ സജീവഘോഷമൊക്കെ തന്നെ രാത്രി 2 മണിക്കും 3 മണിക്കുമൊക്കെ തന്നെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ നടന്ന് ഗിരിയോടും സജിയോടൊക്കെ ഒപ്പം നിന്ന് അവിടുത്തെ അറേഞ്ച്മെൻറ്റൊക്കെ പക്കയായിട്ട് പൂർത്തിയാക്കിയത് കൊണ്ടാണ് അവിടെ വളരെ മനോഹരമായിട്ട് വിതരണം ചെയ്യാൻ സാധിക്കും. പിറ്റേ ദിവസം രാവിലെ മേയർ വന്ന് സ്റ്റേജിൽ നിന്ന് കിറ്റെടുത്ത് കൊടുത്തതുകൊണ്ടല്ല, തലേദിവസം രാത്രി ഉറക്കമില്ലാതെ രാവിലെ 6 മണി വരെ ഇപ്പോൾ കൗൺസിലർമാരായാലും പാർലമെൻ്ററി പാർട്ടി നേതാക്കളായാലും സൂപ്രണ്ടായാലും ഒക്കെ തന്നെ കിറ്റും തലയിൽ ചുവന്നുകൊണ്ട് 10,000-4000 കിറ്റ് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ച് വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവച്ചതുകൊണ്ടാണ് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് മനോഹരമായിട്ട് എടുത്തു കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ അതിൻ്റെ ആകെ തുകയാണ്, അതിൻ്റെ സന്തോഷം ജനങ്ങൾക്കുണ്ട്. ഞാനിപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞു, പിന്നെ ഓണാഘോഷം എല്ലാവരും വളരെ മനോഹരമായി ആഘോഷിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ തന്നെ നിരവധി മീറ്റിംഗ് നടത്തിക്കൊണ്ട് നമ്മുടെ ഉൾപ്പെടെ ഞാൻ സ്റ്റേജിൽ പറഞ്ഞു. കാരണം ഇതിൽ വരുന്ന ആരെയും തന്നെ തെരുവുനായ്ക്കൾ ഓട്ടെടുത്തിട്ട് കടിക്കരുത്, അതോടൊപ്പം തന്നെ ആരും മാലിന്യം വലിച്ചെറിയരുത്, ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കരുത്. അപ്പോൾ കോർപ്പറേഷൻ ഓണാഘോഷം നടക്കുമ്പോഴും ഞങ്ങൾക്ക് 24 മണിക്കൂർ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ കോർപ്പറേഷൻ വളരെ സജീവമായി എപ്പോഴും പ്രവർത്തിക്കുന്നത് പോലെയോ അതിനേക്കാൾ സജീവമായോ തിരുവോണ നാളുകൾ ഉൾപ്പെടെ ഡ്യൂട്ടിക്കുള്ളവർ അധ്വാനിച്ചാൽ മാത്രമേ മനോഹരമായിട്ട് ഓണാഘോഷം സമാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ തന്നെ സജീവമായതോടുകൂടി ലോകം ശ്രദ്ധിക്കുകയാണ് തിരുവനന്തപുരത്തിൻ്റെ ഓണാഘോഷം. കേവലം നമ്മളുടെ മനസ്സിലുള്ള സന്തോഷം എന്നുള്ളതിലപ്പുറം നമ്മുടെ കേരളത്തിന്, തിരുവനന്തപുരത്തിന് ടൂറിസം വികസനം ഉണ്ടാകണമെങ്കിൽ ഈ ഓണാഘോഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ മനോഹാരിത കണ്ടിട്ട് വേണം വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ, ഇന്ത്യയുടെ നാനാഭാഗത്തിൽ ഉൾപ്പെടെ, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉൾപ്പെടെ ജനങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്താൻ. തിരുവനന്തപുരത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉൾപ്പെടെ പ്രധാന ഘടകം ടൂറിസമാണ്. തീർച്ചയായിട്ടും അത്രയും നല്ലൊരു ഓണാഘോഷം നമ്മുടെ ജീവനക്കാർ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ആയിട്ടുള്ള ഓണാഘോഷിക്കാൻ പ്രിപ്പയർ ആയിട്ടുള്ള ഒരു സ്ഥാപനം എടുത്താൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ജീവനക്കാരാണെന്ന് ലോകം ചർച്ച ചെയ്യുന്ന ദിവസങ്ങളാണ്. അതാണ് ഈ ഓണത്തിൻ്റെ പ്രത്യേകത എന്നാണ് മേയർ എന്നുള്ളതിലേക്ക് കാണുന്നത്. ഞങ്ങളുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം ആദ്യത്തെ ഓണമാണ്. ആദ്യത്തെ ഓണം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ നമുക്ക് ചേർത്തുകൊണ്ട്, നമ്മളെ എപ്പോഴും തിരുത്തുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നമുക്ക് ചേർത്തുകൊണ്ട് ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ കൃത്യമായിട്ടുള്ള കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം ഈ ഓണാഘോഷം മനോഹരമാക്കുവാനുള്ള ഈ ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നു. പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.